ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു നെക്ക് ഡിസൈനുള്ള തുണി എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്ന് പറയാനാണ്. എൻ്റെ ക്ലാസ്സിൽ ഞാൻ 1-2 ക്ലാസ്സുകളിലായിട്ട് തന്നെ ഇതിൻ്റെ പലതര പ്രിൻ്റ് വരുന്ന തുണികൾ എങ്ങനെയാണ് മടക്കുന്നത്, വരയ്ക്കുന്നത്, കട്ട് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതെൻ്റെ യൂട്യൂബിലെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എന്നോട് പേഴ്സണലി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നെക്കിൽ ഡിസൈൻ വരുന്ന എംബ്രോയ്ഡറിയൊക്കെ വരുന്ന തുണികൾ എങ്ങനെയാണ് മടക്കുന്നത്, അത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, തുണി തികയുന്നില്ല, അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. നമ്മൾ ഇത്തരം തുണികൾ, അതായത് സെറ്റായിട്ടുള്ള തുണികൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്, 2 കൂട്ടർ ഇത്തരം തുണികൾ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അതിൽ ഒന്ന്, നല്ല പൊക്കമുള്ളവർ, മെലിഞ്ഞിട്ടുണ്ടാകും എന്നാലും പൊക്കം കൂടിയവർ, അവർ ഈ തുണി വാങ്ങുമ്പോൾ ചിലപ്പോൾ അവർക്ക് ലെങ്ത് തികയണമെന്നില്ല. 1000 രൂപയിൽ താഴെ ബഡ്ജറ്റൊക്കെ വരുന്ന ഇത്തരം തുണികൾക്കൊക്കെ ലെങ്ത് ചിലപ്പോൾ 42, 40 അത്രയൊക്കെ ഉണ്ടാകുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 44 എബോവ് ലെങ്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചില തുണികളൊന്നും ഈ കാറ്റഗറിയിൽ വരുന്നത് നമുക്ക് തികയണമെന്നില്ല. രണ്ടാമത്തെ ആൾക്കാർ, നല്ല വണ്ണമുള്ള എന്നെ പോലെ ഉള്ള ആൾക്കാർക്കും ഇത്തരം ഇങ്ങനെ വരുന്ന തുണികൾ തികയാൻ സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് നമുക്ക് 3/4 സ്ലീവൊക്കെ വരെ വേണ്ടി വരികയാണെങ്കിൽ ഈ തുണി നമുക്ക് തികയില്ല. പ്രത്യേകിച്ച് 1000 രൂപ ബഡ്ജറ്റിൽ താഴെയുള്ള തുണികൾ, അതിൽ കൂടുതലൊക്കെയുള്ള തുണികൾക്കൊക്കെ അത്രയും ലെങ്തും വിട്ടും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഈ തുണിയാണെങ്കിൽ നമ്മൾ വാങ്ങിയാൽ നമ്മൾ അതിനെ വളരെ ശ്രദ്ധയോടുകൂടി മടക്കി ഒട്ടും തുണി വേസ്റ്റ് ചെയ്യാതെ കട്ട് ചെയ്താൽ മാത്രമേ മീഡിയം റേഞ്ചുള്ള പൊക്കവും വണ്ണവും ഉള്ളവർക്ക് പോലും തികയുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് വളരെ ശ്രദ്ധിച്ച് ഒട്ടും തുണി വേസ്റ്റ് ചെയ്യാതെ മാക്സിമം സേവ് ചെയ്ത് നമുക്ക് ഈ ബോഡി കട്ട് ചെയ്യുന്നതും സ്ലീവ് കട്ട് ചെയ്യുന്നതും ഒക്കെ ഉള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ കൈവശമുള്ള മെറ്റീരിയൽ. അപ്പോൾ ഇത് ഫ്രണ്ടും ബാക്കും ഒന്നിച്ചാണ് ഇരിക്കുന്നത്. ചിലതിലൊക്കെ ഇങ്ങനെ നമ്മൾ വാങ്ങുമ്പോൾ ചിലതിലൊക്കെ ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊരു കട്ടിങ് കൊടുത്തിട്ട് അവർ തുന്നി ചെയ്തിട്ടുണ്ടാകും. അങ്ങനെയുള്ളതാണെങ്കിൽ നമ്മളത് അഴിച്ചെടുത്താൽ മതിയാകും. അല്ലാതെ വരുന്ന ഇതുപോലെ സിംഗിൾ പീസായിട്ട് വരുന്ന മെറ്റീരിയൽ ആണെങ്കിൽ നിങ്ങളതിനെ നേർപകുതിയാക്കുക. അതായത് ഈ ലെങ്തിൻ്റെ പോർഷൻ, ഈ ഒരു ഭാഗം നേർപകുതിയാക്കി 2ആയിട്ട് കട്ട് ചെയ്യുക. നമുക്കിത് 4ആയിട്ട് മടക്കിയിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം നമുക്കിവിടെ എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്, ഇവിടെ ഫ്രണ്ടിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് സെൻറ്ററായിട്ട് വരണം. അങ്ങനെ നമ്മൾ 4ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, 4ആയിട്ട് സാധാരണ ഒരു തുണി മടക്കിയിടുന്നത് പോലെ മടക്കിയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ലീവിന് തുണി തികയില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിനെ നേർപകുതിയായി ആദ്യം കട്ട് ചെയ്യുക. അപ്പം ഞാനിവിടെ ഈ ഒരു സിംഗിൾ പീസിനെ നേരെ പകുതിയാക്കിയിട്ട് ഫ്രണ്ടും ബാക്കും നേരെ പകുതിയാക്കിയിട്ടുണ്ട് ഇതിനെ. ഇനി ഇതിൻ്റെ ഈ ഒരു സെൻറ്റർ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണേ. ഈ സെൻറ്റർ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെ ഞാനിവിടെ ഇതിനെ 2 പീസാക്കി, 2 ഒരേ ലെങ്ത് വരത്തക്ക രീതിയിലുള്ള 2 പീസുകളായിട്ട് ഇതിനെ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് സെപ്പറേറ്റ്, ബാക്ക് സെപ്പറേറ്റ്, അങ്ങനെ 2 പീസ് തുണിയാക്കി ഞാനിതിനെ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്തരം മെറ്റീരിയലൊക്കെ എപ്പോഴും നല്ലത് ലൈനിങ് ഇട്ട് തയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലൈനിങ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2-3 ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും വില കൂടിയ മെറ്റീരിയലൊക്കെ എടുക്കും, പക്ഷേ ലൈനിങ് തുണി എടുക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞതായിരിക്കും എടുക്കുന്നത്. അത് ഒഴിവാക്കുക. എപ്പോഴും ലൈനിങ് മെറ്റീരിയലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഇട്ടാൽ മാത്രമേ നമുക്ക് ഈ ഒറിജിനൽ മെറ്റീരിയൽ ലാസ്റ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ താഴത്തെ ലൈനിങ് ചുരുങ്ങി പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടും. അപ്പോൾ എപ്പോഴും നമ്മൾ അതിൽ പിശുക്ക് കാണിക്കാതിരിക്കുക. നിങ്ങളിനി പുറത്തൊക്കെ കൊടുത്ത് തയ്ക്കുന്നവരാണെങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലൈനിങ് നമ്മൾ തന്നെ എടുത്തുകൊണ്ട് കൊടുത്ത്
തയ്ക്കാൻ ശ്രദ്ധിക്കുക. ചിലപ്പോൾ അവിടെയൊക്കെ ചെറിയ വിലയ്ക്കുള്ള അവർ ചിലപ്പോൾ ലാഭമൊക്കെ നോക്കിയിട്ട് വില കുറഞ്ഞ ലൈനിങ് മെറ്റീരിയലൊക്കെ ഇടുന്ന പ്രവണതയുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ഒറിജിനൽ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ തന്നെ ലൈനിങ് മെറ്റീരിയൽ എടുക്കുക. അതുപോലെ നമ്മൾ എപ്പോഴും ലൈനിങ് മെറ്റീരിയൽ എടുക്കുമ്പം ട്രാൻസ്പെറൻറ്റ് തുണിയൊക്കെയാണ് നമ്മുടെ ഒറിജിനൽ എങ്കിൽ ഇതിനെക്കാട്ടിയും കുറച്ചുകൂടി ഡാർക്ക് കളർ വരത്തക്ക രീതിയിൽ കറക്റ്റ് കളർ കിട്ടുവാണെങ്കിൽ അങ്ങനെ എടുക്കുക. ഇനി നിങ്ങൾക്ക് കറക്റ്റ് കളറല്ല, ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ ഈ കളറിനെക്കാട്ടിയും കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള ബ്രൈറ്റായിട്ടുള്ള കളർ എടുക്കുക. ഒരിക്കലും ലൈറ്റായിട്ടുള്ള കളർ എടുക്കാതിരിക്കുക. ഓക്കെ, അങ്ങനെ ഇത്തരം 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ച് ലൈനിങ് മെറ്റീരിയലും കൂടെ നല്ലതാണെങ്കിലേ നമ്മൾ ഒറിജിനലിന് ആ ഒരു ഭംഗി കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ലൈനിങ് മെറ്റീരിയൽ എടുക്കുന്നു. ഇനി അതിനെ കൃത്യമായ മെഷർമെൻറ്റ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യണം. എപ്പോഴും നമ്മൾ ലൈനിങ് ആണ് ആദ്യം കട്ട് ചെയ്യാനുള്ളത്, ഒറിജിനൽ അല്ല. ലൈനിങ് കട്ട് ചെയ്യുക. ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒറിജിനൽ ബാക്കി എല്ലാ മെഷർമെൻറ്റും കറക്റ്റായിട്ട് എടുക്കുക. നമ്മൾ ലൂസ് ആഡ് ചെയ്യാനുള്ളത് ലൂസ് ആഡ് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നിട്ട് ലെങ്ത്തിൽ മാത്രം നമ്മൾ ഫുൾ ലെങ്ത്തിനെ അപേക്ഷിച്ച് 3 ഇഞ്ച് കുറച്ച് വേണം ലൈനിങ്ങിൽ എടുക്കാൻ. ഒറിജിനൽ മെറ്റീരിയലിനെ കാട്ടിയും 3 ഇഞ്ച്, ഒറിജിനൽ ലെങ്ത്തിനെ കാട്ടിയും 3 ഇഞ്ച് കുറച്ച് വേണം എടുക്കാൻ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 38 ഇഞ്ച് ലെങ്ത് ഉള്ള ഒരു ടോപ്പിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ 38ൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്ത് 39.5 എടുക്കണമായിരുന്നു. പക്ഷേ ഞാൻ അതിൽ നിന്നും 3 ഇഞ്ച് കുറച്ചിട്ട് 36 ഇഞ്ചാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. മനസ്സിലായോ? 39.5 വേണം. 39.5 എങ്ങനെയാണ് കിട്ടിയത്? എൻ്റെ ഒറിജിനൽ ലെങ്ത്ത് 38. അതിൻ്റെ കൂട്ടത്തിൽ തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ 3 ഇഞ്ച് കുറയ്ക്കാനുള്ളത്. 39.5-ൽ നിന്നും 3 ഇഞ്ച് കുറച്ചപ്പോൾ കിട്ടിയത് 36.5. അങ്ങനെ 36 ലെങ്താണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ചെസ്റ്റ് വെച്ചിട്ടാണ്, ചെസ്റ്റ് മെഷർമെൻറ്റ് 34 ഇഞ്ച് ചെസ്റ്റ് മെഷർമെൻറ്റ് വെച്ചിട്ടുള്ള ഒരു ടോപ്പാണ് ഞാനിവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഫ്രണ്ട് കുഴിച്ച് വെട്ടിയിട്ടുണ്ട്, ഇത് ബാക്ക് പോർഷൻ. ഇങ്ങനെ നമ്മൾ ലൈനിങ് കൃത്യമായ ലെങ്ത് മാത്രം കുറച്ചുകൊണ്ട് ബാക്കി മെഷർമെൻറ്റുകളെല്ലാം കറക്റ്റായിട്ടുള്ള ലൈനിങ്ങിൽ ആദ്യം കട്ട് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ എപ്പോഴും നമ്മൾ ബാക്ക് പോർഷൻ വെച്ച് ഒറിജിനൽ കട്ട് ചെയ്യുന്ന, ഇനി ഫ്രണ്ട് ആണെങ്കിലും നമുക്ക് ഒറിജിനലിൻ്റെ ഫ്രണ്ട് ആണെങ്കിലും നമ്മൾ ബാക്ക് പോർഷൻ വെച്ച് കട്ട് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്കിത് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഫ്രണ്ട് കുഴിച്ച് വെട്ടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഞാനിവിടെ ബാക്ക് പോർഷൻ മാത്രമാണ് എടുക്കുന്നത്. നമുക്ക് ആദ്യം ഫ്രണ്ട് പോർഷൻ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഒരു വർക്കുണ്ട്. അപ്പോൾ ഈ വർക്ക് വന്നിരിക്കുന്നത് തന്നെ നോക്കിയാൽ അറിയാം, ഇത്രയും പോർഷൻ വിട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ഇത്രയും ഗ്യാപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നമ്മൾ ഇത്രയും ഗ്യാപ്പ് കഴിഞ്ഞിട്ടല്ല നമുക്ക് എംബ്രോയ്ഡറി ഡിസൈൻ വരാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടോപ്പ് തയ്ച്ചിടുമ്പോൾ ഇങ്ങനെ കിടക്കണം, അല്ലേ? ഇങ്ങനെ ഇരുന്നാലല്ലേ അതിന് ഭംഗിയുള്ളൂ. അല്ലാതെ നമ്മൾ തയ്ച്ചിടുമ്പോൾ ഇങ്ങനെയല്ലല്ലോ ഇരിക്കാനുള്ളത്, അല്ലേ? ഇങ്ങനെയല്ലല്ലോ ഇരിക്കാനുള്ളത്. ഇത്രയും ഭാഗം നമുക്കങ്ങനെ കാണുന്നത് വൃത്തികേടാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ നെക്ക് നമുക്ക് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്, അല്ലേ? ഇവിടെ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് നെക്ക്. ഇനി നമുക്ക് നെക്ക് നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തയ്യൽ തുമ്പ് നമ്മൾ ഇടും, അല്ലേ? അപ്പോൾ നമ്മൾ എവിടെ കുറച്ച് മുകളിലായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അതാണ് നമുക്ക് തയ്യൽ തുമ്പ്. അപ്പോൾ നമ്മൾ ഇത് ബാക്ക് പോർഷനും ഇത് ഫ്രണ്ട് പോർഷനുമായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പം നമുക്ക് കറക്റ്റ് നമ്മളുടെ ഈ ഒരു ഭാഗം കിട്ടും. അപ്പോൾ ഇത്രയും നമുക്ക് അനാവശ്യമാണ്, ഇത് നമുക്ക് ആവശ്യമില്ലാത്ത ഒരു ഭാഗമാണ്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻറ്റർ കറക്റ്റിന് പിടിക്കുക. ഇതാണല്ലോ ഈ സൈഡുമാണ് ഒരുപോലെ വരേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിനെ കറക്റ്റ് സെൻറ്റർ ഞാനിവിടെ വെച്ചിട്ട് ഈ ലൈൻ വരച്ച ഭാഗം ഞാനങ്ങ് സ്ട്രെയിറ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണേ. കാര്യം അത് നമുക്കിനി ആവശ്യമില്ല. നമുക്കിങ്ങനെ വരുന്ന മെറ്റീരിയലിൽ കുറേ പോർഷൻസൊക്കെ അധികമായിരിക്കും. നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് തയ്ച്ചിട്ട് കഴിയുമ്പോൾ ആ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഇത്രയും നമുക്ക് വേസ്റ്റായിട്ടാണ് വരുന്നത്. നിങ്ങൾക്കിനി വേണമെന്നുണ്ടെങ്കിൽ താഴെ ലെങ്ത്ത് കൂട്ടാനൊക്കെ ഈ ഒരു പീസ് ഉപയോഗിക്കാം. ഒരു പടി പോലെയൊക്കെ വെച്ച് ലെങ്ത്ത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പീസ് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം.
ഓക്കെ, ഞാനപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മൾ ഈ ഭാഗങ്ങൾ ഒരുപോലെ, അതായത് നമുക്ക് തീരെയും ഇത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു കട്ടിങ് കൊടുക്കാം ചെറുതായിട്ട്. നമുക്കിത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി വരും, അതുകൊണ്ട് ഒത്തിരി കട്ടിങ്സ് ഒന്നും കൊടുക്കാണ്ട് ആ ഒരു കറക്റ്റ് നമുക്ക് ഫോൾഡ് ചെയ്യേണ്ട ആ ഒരു എൻഡ് പോർഷൻ ഒന്ന്. ഓക്കെ, ഇനി ഇതും കൂടി ഒരുപോലെ വെച്ചാൽ നമുക്ക് കറക്റ്റ് സെൻറ്റർ പോയിൻ്റ് കിട്ടും. അപ്പോൾ കറക്റ്റ് സെൻറ്റർ ആയിട്ടുണ്ട്. ഇത് ഒന്നിച്ചിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇനി ഈ കറക്റ്റ് സെൻറ്ററിൽ നമ്മളൊരു കട്ടിങ് കൊടുക്കണം. ഇതൊക്കെ നമുക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. ഇതൊക്കെ നല്ല കൃത്യമായിട്ട് വന്നാൽ മാത്രമേ നമുക്ക് നെക്കിന് ഭംഗി ഉണ്ടാകുള്ളൂ. അപ്പോൾ ഇങ്ങനെ വെച്ചു, ഇങ്ങനെ ഇട്ടു. ലൈനിങ് എടുക്കാം. ലൈനിങ് എടുത്ത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ലെങ്ത്തിൽ 3 ഇഞ്ച് അധികം ഇട്ട് നിങ്ങൾ കട്ട് ചെയ്യുക. അതല്ല, നിങ്ങൾക്ക് ലെങ്ത്ത് കൂടുതൽ വേണമെങ്കിൽ ഇതിൻ്റെ മാക്സിമം ലെങ്ത്ത് ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഞാനിവിടെ 38 ഇഞ്ച് കണക്കാക്കിയാണ് എടുത്തതെങ്കിലും നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് എറൗണ്ട് ഒരു 44 ഇഞ്ച് ലെങ്ത്ത് വരെ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് കിട്ടുന്നുണ്ട്. 44 ഇഞ്ച് വരെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അത്രയും വേണമെങ്കിൽ ഇതിനെ കട്ട് ചെയ്ത് മാറ്റണ്ട, നിങ്ങൾ അത് കണക്കാക്കി ലൈനിങ്ങിൽ ലെങ്ത്ത് കൂട്ടിയെടുത്താൽ മതി. അതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഇതിൽ എത്ര ലെങ്ത്താണോ ഉള്ളത് അത്രയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മാക്സിമം 44 ഇഞ്ച് വരെ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് കിട്ടും. അപ്പം അതല്ല, നിങ്ങൾക്ക് അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് പോയിട്ട് ഒരു 3 ഇഞ്ച് എക്സ്ട്രാ ഇട്ടുകൊണ്ട് ബാക്കി കട്ട് ചെയ്ത് മാറ്റണം. 3 ഇഞ്ച്. അപ്പോൾ നമുക്ക് എത്രയാണോ കറക്റ്റ് ലെങ്ത്ത് വേണ്ടത് അത്രയും എടുത്തിട്ട് ബാക്കി കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമ്മൾ ഇതിനെ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തുകൊണ്ട് ഇതിൻ്റെ ചുറ്റും മാർക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഇതിനെ ഒന്ന് ഒരു ഔട്ടർ ലൈൻ മാർക്ക് ചെയ്ത് കൊടുത്ത് ലെങ്ത് മാത്രം നമ്മൾ കറക്റ്റ് എടുത്താൽ മതി. ബാക്കിയൊക്കെ ഇച്ചിരി കൂട്ടിയിട്ടിട്ട് ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് പോർഷൻ നമ്മളിങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ലൈനിങ്ങിനെക്കാട്ടി കുറച്ച് എക്സ്ട്രാ ഇട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ആവശ്യമില്ലാത്തതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഞാൻ ലെങ്ത് ഇത്രയും എടുത്തില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ ലെങ്ത് കുറച്ചെടുത്തത് ഇത് കട്ട് ചെയ്യുന്ന ലെങ്ത്തും കൂടെ കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാമെന്ന്. കണ്ടോ, ഇത്രയും തുണി നമുക്ക് വെറുതെ വേസ്റ്റായി പോയി. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ പീസ് വരുമ്പോൾ നമുക്ക് ലെങ്ത്ത് പടിയായിട്ട് കൂട്ടിയെടുക്കാം. ലെങ്ത്തൊക്കെ ഒത്തിരി വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് ഇവിടെ സെൻറ്ററായിട്ട് ഇതിൻ്റെ അതേ ഷേപ്പിൽ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിനങ്ങനെയാണ് ചെയ്യേണ്ടുന്നത്. ഇങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. അവർ ഓൾറെഡി നെക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് അവരുടെ രീതിക്ക് അനുസരിച്ച് നമ്മൾ നെക്ക് ചെയ്യുക, അല്ലാതെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഈ നെക്കിനെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തി ചെയ്യൽ എളുപ്പമല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ. ഇനി നമുക്ക് ഇതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബാക്ക് പോർഷൻ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി നമ്മളിതാ ബാക്ക് പോർഷൻ എടുക്കുന്നു. അതിനെ നമ്മൾ ഒരിക്കലും നേർപകുതിയായിട്ട് മടക്കാൻ പാടില്ല. പകരം നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ബോട്ടം ഫ്ലെയർ ഇട്ട് മടക്കണം. ബോട്ടം ഫ്ലെയർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു താഴത്തെ വീതി, ഈ തുണിയുടെ താഴത്തെ വീതി, ഈ വീതിയെക്കാട്ടി കുറച്ചുകൂടി അധികമായിട്ട് വേണം കട്ട് ചെയ്യാൻ. കാര്യം ഇത് ലൈനിങ്ങിൽ നമ്മൾ കുറച്ചാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്ലാൻഡിങ് ആയിട്ട് പോകുമ്പോൾ ഇച്ചിരി കൂടി വിട്ട് ഇവിടെ കൂടുതലായിട്ട് വരും. അപ്പോൾ ഒരു 1/2 ഇഞ്ച് നമ്മളൊരു 1/2 ഇഞ്ചെങ്കിലും കൂട്ടിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് കരഭാഗം, ഈ കരഭാഗം നമ്മൾ എടുത്തിട്ട് നമ്മൾ ഒന്ന് ചെറുതായിട്ട് ഒന്ന് മടക്കി നോക്കുക. ആദ്യം നമ്മൾ കുറച്ചൊന്ന് മടക്കി നോക്കുക. മടക്കി നോക്കിയിട്ട് നമ്മുടെ ഈ ഒരു വീതിയുമായിട്ട് ഇത് മാച്ച് ചെയ്യുന്നുണ്ടോ, കൂടുതലാണോ കുറവാണോ എന്ന് നോക്കുക. കണ്ടോ, ഫോൾഡിങ്ങും ഈ ഒരു ഇതും തമ്മിൽ ഇത്ര വ്യത്യാസമുണ്ട്. നമുക്ക് ഒത്തിരി അങ്ങനെ വ്യത്യാസം എടുക്കാൻ പറ്റില്ല, കാര്യം നമുക്ക് അത്ര തുണിയില്ല. അപ്പം നമ്മൾ ആകെ നമുക്ക് എത്രയാണോ കറക്റ്റ് കിട്ടുക
അത്രയും മാത്രം നമ്മൾ എടുത്താൽ മതിയാകും. നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നൊക്കെ കുത്തി, നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർ ആദ്യമായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് പിന്ന് കുത്തിയിട്ട് ഇതിനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മളിതാ ബോട്ടം ഫ്ലെയർ ഇട്ടാണ് ഈ തുണിയെ മടക്കിയിട്ടിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ആ ബോട്ടം ഫ്ലെയർ ഇട്ട് മടക്കിയതിൽ ഒരു 3 ഇഞ്ച് എക്സ്ട്രാ താഴേക്ക് ഒരു 3 ഇഞ്ച് അധികം ഇട്ടുകൊണ്ട് നമ്മൾ ബാക്കി നേരത്തെ കട്ട് ചെയ്തതുപോലെ അങ്ങ് കട്ട് ചെയ്യുക. എപ്പോഴും ലൈനിങ്ങിനെക്കാട്ടി ഒറിജിനൽ കുറച്ച് അധികം ഇടുക. എന്നാൽ ഒരുപാട് അധികം എടുക്കരുത്, സ്ലീവിന് തികയില്ല. ഒരു 3 ഇഞ്ച്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ബാക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് നമ്മളുടെ ബാക്ക് പോർഷൻ. ഇനി നമുക്ക് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിന് സ്ലീവ്. കണ്ടോ, ആകെതാ ഇത്ര തുണിയാണ് ഈ സ്ലീവിനുള്ളത്. ഇനി ഈ സ്ലീവിനെ നമ്മൾ ഈ ഒരു താഴത്തെ വീതി വശം വരുമല്ലോ, ആ വീതി വശം കൊണ്ട് നമ്മളിങ്ങനെ 4ആയിട്ട് മടക്കുക. ഇതാ 4ആയിട്ട് ബാക്ക് പോർഷൻ്റെ ബാക്കിയാണ്. കണ്ടോ, ഇത്രയും വന്നു, ഇത്രയും അധികം കിട്ടി. ഇതിനെ നമ്മൾ ഒന്ന് 4ആയിട്ട് മടക്കുക. ഇതാ 2ആയിട്ട് മടക്കി. ഇനി ഒരു മടക്കൂടെ മടക്കുമ്പോൾ 4ആയി. ഇനി നമുക്ക് നോക്കുമ്പോൾ എത്ര ലെങ്ത്ത് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. കണ്ടോ, ഒരു 18 ഇഞ്ചോളം ലെങ്ത്ത് കിട്ടും. ഇനി ഞാൻ ലൈനിങ് സ്ലീവ് എടുത്ത് വെച്ചിട്ട് കട്ട് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം. ഞാനിതാ സ്ലീവ് കട്ട് ചെയ്തെടുത്തു, ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുത്തു. സ്ലീവിൽ ലെങ്ത്തിലോ വിഡ്ത്തിലോ ഒന്നും ഒറിജിനൽ മെഷർമെൻറ്റിനെ കാട്ടിയും ഒരു കുറവോ കൂടുതലോ ഒന്നും വരുത്തേണ്ട കാര്യമില്ല. കറക്റ്റ് മെഷർമെൻറ്റ് വെച്ചിട്ട് തന്നെയാണ് ലൈനിങ് കട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈനിങ് എടുക്കുന്നു. എപ്പോഴും നമ്മൾ ഫ്രണ്ട് പോർഷൻ കുഴിച്ച് വെട്ടിയിട്ടുണ്ടാകും, പക്ഷെ അത് വെച്ചിട്ട് ഒരിക്കലും ലൈനിങ് കട്ട് ചെയ്യരുത്. എപ്പോഴും ബാക്ക് പോർഷൻ ഫ്രണ്ടിൽ വരത്തക്ക രീതിയിൽ, കണ്ടോ, ഈ ഒരു രീതിയിൽ സ്ലീവ് കട്ട് ചെയ്യാനേ പാടുള്ളൂ. ഇനി നമ്മൾ നമ്മളുടെ സ്ലീവിൻ്റെ എടുക്കുന്നു. ഇതാ 4ആയിട്ട് ഇവിടെ മടക്കിയിട്ടിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന സ്ലീവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 15 ഇഞ്ച് ലെങ്ത്തുള്ള സ്ലീവാണേ. അപ്പോൾ ഇത്രയും ലെങ്ത് ഉള്ളത് നമുക്ക് കിട്ടും എന്നുള്ളതാണ്, അതിൽ കൂടുതലും കിട്ടും. അപ്പോൾ ഞാനിവിടെ 4ആയിട്ട് ഈ മെറ്റീരിയലിനെ ഇങ്ങനെ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് ചില സമയത്ത് എവിടെയെങ്കിലുമൊക്കെ ലെങ്ത്ത് കുറവായിട്ടൊക്കെ കാണും. നമ്മൾ അവസാനം സ്ലീവ് കട്ട് ചെയ്ത് നോക്കുമ്പം നമുക്ക് ലെങ്ത്ത് കുറവ് വരുന്ന ഭാഗം അടിയിലായി പോകാതെ അത് മുകളിലേക്ക് വരത്തക്ക രീതിയിൽ. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ താഴെ ലെങ്ത്ത് കൂടുതലുണ്ട്, ഈ വശത്താണ് ലെങ്ത്ത് കുറവ്. അപ്പോൾ നമ്മൾക്ക് ലെങ്ത്ത് മുകളിലേക്ക് വരത്തക്ക രീതിയിൽ തുണി മടക്കിയിട്ടാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാനിതാ ലെങ്ത്ത് കുറവ് വരുന്നത് മുകളിൽ വരത്തക്ക രീതിയിൽ ഈ തുണിയെ ഞാനിങ്ങനെ മടക്കുവാണ്. കണ്ടോ, മടക്കിയിട്ടു. ഇനി നമുക്ക് പേടിക്കേണ്ട, അകത്ത് എന്തായാലും ഇതിനെക്കാട്ടി ലെങ്ത്ത് കൂടുതലുണ്ടാകും. ഇനി കണ്ടോ, അധികം ഉണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഔട്ടർ വരച്ചങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതും ഇച്ചിരി കൂട്ടിയിട്ട് കട്ട് ചെയ്താൽ ഒരു കുഴപ്പമില്ല. കൂട്ടിയിട്ടങ്ങ് കട്ട് ചെയ്യുന്നു. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തു. ഇത് 38 ഇഞ്ച് നീളമുണ്ട് ഈ ഒരു ടോപ്പിന്. 38 ഇഞ്ചാണ്. പക്ഷേ വേണമെങ്കിൽ നമുക്ക് 44 ഇഞ്ച് വരെ ലെങ്ത്ത് കിട്ടുമായിരുന്നു. എന്നാലും സ്ലീവിനും കുറയേയില്ല. സ്ലീവിന് ലെങ്തുമായിട്ട് ബന്ധമൊന്നുമില്ല, വണ്ണവുമായിട്ടാണ് കുറച്ച് ബന്ധമുള്ളത്. അപ്പോൾ 44 ഇഞ്ച് കൃത്യമായിട്ട് കിട്ടിയേനെ. 15 ഇഞ്ച് നീളമുള്ള സ്ലീവും കിട്ടും. ഈ മെറ്റീരിയലിൻ്റെ വില തന്നെ 700 സംതിങ് രൂപയാണ്. ഇതിൽ ടോപ്പുണ്ട്, ബോട്ടമുണ്ട്, ഒരു ഷോളും ഉണ്ട്. ടോപ്പും ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ തുണി
കൃത്യമായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വരുന്ന പ്രിൻ്റ് വരുന്ന തുണിക്ക് സ്ലീവും എല്ലാം നമുക്ക് അറ്റാച്ച്മെൻ്റ് ഒന്നും കൂടാതെ തന്നെ കിട്ടും. അല്ലാതെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ തുണി മടക്കിയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്ലീവിൻ്റെ കാര്യത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ലെങ്ത് കിട്ടില്ല, വണ്ണം കിട്ടില്ല. പിന്നെ നമ്മൾ അറ്റാച്ച് ചെയ്തൊക്കെ വന്നാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കുറച്ച് നേരം ആലോചിക്കുക. ഇത് എങ്ങനെ ഇതിൽ നിന്ന് സ്ലീവ് കിട്ടും. കണ്ട പാടെ ചാടി കട്ട് ചെയ്യാതിരിക്കുക. നമ്മൾ ആദ്യം നമുക്ക് എങ്ങനെയാണ് ഫ്രണ്ടും ബാക്കും കിട്ടുക എന്ന് നോക്കുക. എങ്ങനെയാണ് നമ്മളിത് ചെയ്യാൻ നോക്കുക, ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ നമുക്ക് ഐഡിയ കിട്ടും. അതിനുശേഷം നമ്മൾ സ്ലീവ് എവിടെ നിന്ന് കിട്ടും എന്നൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഇത് കട്ട് ചെയ്യാൻ തുടങ്ങാവുള്ളൂ. അങ്ങനെ നമ്മൾ ഒരു 5-6 നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ പോലും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏതൊരു ക്ലോത്ത് കിട്ടിയാലും ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എവിടെ നിന്ന് സ്ലീവ് കിട്ടും, എങ്ങനെ നമ്മളിത് കട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമുക്ക് ഉറപ്പായിട്ടും കാണുന്ന മാത്രയിൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാണോ എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.